അമ്മേ, ഒരുപാട് സമയമായി. സാന്റാക്ലോസ് എന്താ ഇപ്പോഴും വരാത്തത്? നോക്കുമോനെ, സാന്റാക്ലോസ് ഉറപ്പായും വരും. മോൻ വിഷമിക്കണ്ട. സോറി ചക്കരേ, ഇത്തവണ പുറപ്പെടാൻ ഒരുപാട് താമസിച്ചു. അതുകൊണ്ട് കാട്ടിലെത്താനും കുറച്ച് സമയമായി. ഇതാ നിന്റെ ഗിഫ്റ്റ്. മേരി ക്രിസ്മസ്. താങ്ക് യു സോ മച്ച് സാന്റ. മേരി ക്രിസ്മസ്. ഇതാ നിന്റെ ഗിഫ്റ്റ്. താങ്ക് യു സാന്റ. മേരി ക്രിസ്മസ്. ഒരുപാട് മൃഗങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തു. എന്നാൽ ഒരു വീട്ടിൽ എന്ത് സംഭവിച്ചെന്നാൽ എനിക്ക് വേണ്ടി അവർ എപ്പോഴും കാത്തിരിക്കുന്നതാണ്. അമ്മേ, സാന്റ ഇതുവരെ വന്നില്ല. അദ്ദേഹം വരുമോ ഇല്ലയോ? നോക്കുമോനെ, വിഷമിക്കണ്ട. സാന്റ ഉറപ്പായും വരും. പാവം ആ കുഞ്ഞ് ഒരുപാട് സമയം സാന്റ വരുമെന്ന് വെളിയിൽ കാത്തിരുന്നു. അപ്പോൾ അത് അതിന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ സാന്റയെ അന്വേഷിച്ച് വെളിയിൽ പോവുക. അമ്മ എനിക്ക് വേണ്ടി ഇവിടെ തന്നെ കാത്തിരിക്കണേ. അത് കേട്ട് അമ്മ കരടി പേടിച്ചുപോയി. ഉടനെ അവർ വെളിയിലേക്ക് ഓടി വന്നു. എന്നാൽ അതിനുള്ളിൽ കരടി കുഞ്ഞ് അവിടെ നിന്നും പോയിരുന്നു. അമ്മ കരടി പേടിച്ച് ആ കുഞ്ഞിനെ അന്വേഷിച്ചു പോയി. ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് അതിന്റെ അമ്മ വന്നു. അവരുടെ കുഞ്ഞിന് കൊടുക്കേണ്ട ഗിഫ്റ്റ് എന്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ അവർ കരയുന്നത് കണ്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അതുപോട്ടെ, നിങ്ങളുടെ കുഞ്ഞെവിടെ? നിങ്ങൾ ഗിഫ്റ്റ് തരുമെന്ന് എന്റെ കുഞ്ഞ് മണിക്കൂറുകളോളം കാത്തിരുന്നു. ഇപ്പോൾ നിങ്ങളെ അന്വേഷിച്ച് അവൻ എവിടെ പോയെന്ന് പോലും അറിയില്ല. എപ്പോൾ വരുമെന്നും അറിയില്ല. എന്നോട് ക്ഷമിക്കൂ, ഇത്തവണ ഇറങ്ങാൻ താമസിച്ചു. ഞാൻ നിങ്ങളെ ശപിക്കുകയാണ്. നേരം വെളുക്കുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞ് തിരികെ വന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു മരമായി മാറും. എന്റെ കുഞ്ഞിന് നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഇനി ആർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല. അവർ പറയുന്നത് കേട്ട് ഞാൻ ഒരുപാട് പേടിച്ചു.